തമിഴ്നാട് നീലഗിരി ഗൂഢല്ലൂരിൽ ചതുപ്പിൽ വീണ കാട്ടാന ചരിഞ്ഞു. വനമേഖലയോട് ചേർന്ന കൃഷിയിടത്തിലാണ് ആന ചെളിയിൽ പൂണ്ടത്. മേഖലയിൽ സ്ഥിരമായി എത്തുന്ന ആനയെന്ന് നാട്ടുകാർ. ഫോറസ്റ്റിന്റെ ഉള്ളിൽ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് നേരെ നാട്ടിലേക്ക് ഇറങ്ങി തോന്നും. എന്ത് കൃഷി കണ്ടു കഴിഞ്ഞാലും ചവിട്ടി നശിപ്പിച്ച് കുറെ തിന്ന് നാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെളിക്കകത്ത് പൂണ്ടുപോയി, അങ്ങനെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഫോറസ്റ്റിനോട് ഞങ്ങളൊരു ഡിമാൻഡ് വെച്ചിരിക്കുന്ന ഇതിന്റെ ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിൽ അകലി വെട്ടിയിട്ട് തൂക്ക് ഫെൻസിങ് ഇടുക. തൂക്ക് ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ആന ഈ കൃഷിയിടത്തിലേക്ക് വരില്ല എന്ന് 100% ഉറപ്പാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഈ മേഖല സ്ഥിരമായി ആനയുടെ ശല്യമുള്ള ഒരു മേഖലയാണോ? ഈ ആനയുടെ ജഡം അവിടെ നിന്ന് നീക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയോ? വനം വകുപ്പ് സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? ലക്ഷ്മി, ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശം നീലഗിരി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൗൺ ആണ്. മലപ്പുറത്തെ നിലമ്പൂരിലെ നാടുകാണി ചുരം കയറിയാൽ എത്തുന്ന ടൗണാണിത്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് ചേരമ്പാടി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട നഗരപ്രദേശം. അവിടെയാണ് ഈ കാട്ടാനകൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പല സ്ഥലങ്ങളും സമാനമായ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പുത്തൂർ വയൽ, അതോടൊപ്പം തന്നെ തോരപ്പള്ളി, മൂലപ്പള്ളി, മാർത്തോമൻ നഗർ തുടങ്ങിയ മേഖലയിൽ വലിയ രീതിയിൽ കാട്ടാനകളുടെ ശല്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഈ പുത്തൂർ തേൻവയൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. തേൻവയൽ പ്രദേശത്ത് ഇന്ന് രാവിലെ ഈ വനമേഖലയോട് ചേർന്ന തോട്ടങ്ങളുണ്ട്. ആ തോട്ടത്തിലേക്ക് അവിടുത്തെ ഉടമസ്ഥർ എത്തിയ ഘട്ടത്തിൽ അവർ ആ ഒരു ആന ചെളിയിൽ നിൽക്കുന്ന നിലയിലാണ് കണ്ടത്. പിന്നീട് കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ കൊമ്പ് നിലത്ത് കുത്തിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആന ചെരിഞ്ഞു എന്നുള്ളത് വ്യക്തമായത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കി. ഇനി ഊട്ടിയിൽ നിന്ന് ഫീൽഡ് ഓഫീസർ എത്തിയാൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. ഇതിനുശേഷമായി ഈ ആനയുടെ ജഡം സംസ്കരിക്കുക. ഈ മേഖലയിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം നാട്ടുകാർ ഗൂഡല്ലൂരിലാണ് കൃഷിയിടത്തിൽ എത്തിയ ആന ചതുപ്പിൽ പൂണ്ടുപോയത്. ആന ഇപ്പോൾ ചരിഞ്ഞു. വനം വകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.